ഇത് ഇങ്ങനെയുള്ള ഹൈ ടെൻഷൻ ലൈനാണ്. അത് മുകളിലൊരു കമ്പി അതിൻ്റെ ചോട്ടിൽ ആമുമ്മ അപ്പുറത്തിപ്പുറത്ത് ഓരോ ഇൻസുലേറ്റർ അതും കൂടി ഒഴിഞ്ഞിട്ടുണ്ട് ടവർ. അതായത് റെഡ് യെല്ലോ ബ്ലൂ. റെഡ് ഇത് വന്നിട്ട് ECT വരും. ECT തന്നെ PT വരും. പിന്നെ നേരത്തെ പറഞ്ഞ CTPT മതി. അപ്പോൾ ഇതിൽ നിന്ന് വൈദ്യുതി തിരികെ കിടക്കും. തിരികെ കിടന്ന് ഇങ്ങനെ വന്ന് ഈ PUC കൂടെ ചെറിയ PUC കറങ്ങുന്ന PUC കൂടെ വന്നിട്ട് ട്രാൻസ്ഫോമറിൻ്റെ കയറും കമ്പനിക്ക്. അങ്ങനെ ഇതിൻ്റെ ചെറിയ വോൾട്ടേജ് CT ചെറിയ വോൾട്ടേജ് ഇറക്കണ മുമ്പ് പറഞ്ഞ പോലെ അതിങ്ങനെ വന്ന് മീറ്ററിലേക്ക് ഇതൊക്കെ എല്ലാതും കൂടി അറിയാൻ മീറ്റർ, വലിയ മീറ്റർ, അത് എനർജി മീറ്റർ, ആംബിയറും വോൾട്ടും വാട്ട്സും ഒക്കെ അറിയാനുള്ളതാണ്. അങ്ങനെ ഇതിരിക്കുന്നു. ഇതിന് ഇങ്ങനെ വന്ന് ഇത് പാരലായിട്ടുള്ള കണക്ഷൻ സീരീസ് ഇങ്ങനെ വന്ന് ഇങ്ങനെ കണക്ഷൻ പറഞ്ഞത്. ഇത് PT എന്ന് പറഞ്ഞാൽ പാരലായിട്ട് കണക്ഷൻ. ഫേസ് ചെയ്യുന്ന വഴി നേരെ ന്യൂട്രലിലേക്ക് എത്തും. ഇത് ഫേസ് ചെയ്യുന്ന സീരിയസ് ആയിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയിട്ട് കമ്പികൾ പോയിട്ട് വേറെ ന്യൂട്രൽ ലോഡിലേക്ക് വരുന്നു. ഇതൊക്കെ CTPT ഇങ്ങനെയാണ്. ഇതിന് പകരം ഇപ്പോൾ വാക്കം സർക്യൂട്ട് ബ്രേക്കറായി VC വാക്കം വായുക്ക് എൻ്റെ കത്തിപ്പിടിയും ട്രിപ്പാക്കുമ്പോൾ ആക്സിലേറ്റർ സ്വിച്ചൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് ഇതിന്ന് ഈ വാക്കത്തിൻ്റെ ഈ വായിലേക്ക് വരും. ഇതിന്ന് ഇതിലേക്ക് വരും. ഇതിൻ്റെ പിന്നെ ഇതിലേക്ക് വരും. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ ആവശ്യമില്ല എന്നല്ല, ഇതിന് പകരം ഇങ്ങനെയാവും. ഓൾറെഡി ഇതിൻ്റെ ലോഡിലേക്ക് ബാധിക്കില്ല. വോൾട്ടേജ് കറണ്ട് ബാധിക്കില്ല. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രിപ്പായാലും ഓണായാലും ഓഫാക്കായാലും സഡൻ ഓണായാലും പെട്ടെന്ന് ട്രിപ്പായ എങ്ങനെ ഇത് ഫയർ ഉണ്ടാവില്ല, തീ ഉണ്ടാവില്ല. നേരിട്ട് 3 ലൈനുകൾ ഇതിൽ വന്നു പോകും. പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞ ഈ ലൈനുകൾ ഇങ്ങനെ വന്നിട്ട് വേണ്ട ഇതിൻ്റെ ഈ ട്രിപ്പിൽ നിന്ന് ഇതിലൊക്കെ വന്നു. ഇതിൻ്റെ ഓരോ കണക്ഷനുകൾ ഇത് ട്രാൻസ്ഫോമർ. പിന്നെ അവിടെ 4 പിന്നായിട്ട് പോവുക. 3 പിന്നെ ഇതിൽ വന്നു. CTയും PT കണക്ട് ചെയ്തിട്ട് വന്ന് ഇത് മീറ്റർ എന്നത് ഇത് ട്രാൻസ്ഫോമർ. ഇത് വന്ന് 3, 4 ടെർമിനൽ റെഡ് യെല്ലോ ബ്ലൂ ന്യൂട്രൽ. അങ്ങനെ ഇത് ടവർ പോസ്റ്റ് വഴി ഇങ്ങനെ പോകും. 3 phase 5 wire സിസ്റ്റമായിട്ട് 3 phase 4 wire സിസ്റ്റം. ഒരു സ്ട്രീറ്റ് ലാമ്പിന് വേണ്ടി ആകുമ്പോൾ 5 wire സിസ്റ്റം വെച്ചേക്കുന്നത്. ഇൻഡസ്ട്രിയിലാണ് അങ്ങനെയൊക്കെ ആയിട്ട് പല വൈദ്യുതി ഉണ്ട്. PT അറിയാനുള്ള 3 PTകൾ ഒരുമിച്ച് വെച്ചിട്ടുള്ളത്. അതിൻ്റെ വൈദ്യുതി അതൊക്കെ കാൽക്കുലേഷൻ ഞാൻ പറയുന്നത് അങ്ങനെ കണക്കും. ഇതിൻ്റെ കണക്ഷൻ ഇതിൻ്റെ CTയും PTയുടെ വേറെ കണക്ഷൻ. ഇതൊക്കെ മൊബൈലിൽ തന്നെ ഉണ്ട്. എല്ലാതും അറിയാവുന്ന വിധത്തിൽ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും എൻ്റെ ബുദ്ധിക്ക് എനിക്ക് മറ്റൊരു പറഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടില്ല. അറിയാത്തവരുണ്ടാവും. അങ്ങനെ ചിലപ്പം മുഴുവൻ പോർഷനും പറഞ്ഞത് മനസ്സിലാവാത്തവരുണ്ടാവും. എൻ്റെ ഞാൻ രജിസ്ട്രേഷൻ്റെയൊക്കെ സർക്യൂട്ടൊക്കെ അയച്ചേക്കുന്നത് അത് ഇന്ത്യയിൽ വേറെ സ്ഥലത്തതില്ല. അത് ഇനിയിപ്പോൾ ഇവിടെ എറണാകുളത്തെ ടെക്നോളജി എൻ്റെ കയ്യിലുള്ളപ്പോൾ അവിടെ നിന്നില്ല, കഴിഞ്ഞില്ല. നല്ല ഇതിങ്ങനെ വന്ന് റെഡ് ഇത് PT പാരല കണക്ഷൻ ഇങ്ങനെ വന്നിട്ടാണ് പാരലായിട്ട് നോട്ടറിലേക്ക് പോകണം. ഇത് CT സീരിയസ് ആയിട്ട് വേണം. ലാമ്പ് ഇങ്ങനെ വന്നിട്ട് ട്രാൻസ്ഫോമറിലേക്ക് പോകണം. ട്രാൻസ്ഫോമറിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ CTയും PTയും വെച്ചേക്കുന്നത് ഇങ്ങനെ വന്ന് അവരുടെ ടെർമിനലിൽ ഹൈ 11 kV കൊണ്ട് കൊടുക്കും. ഇങ്ങനെ വന്ന് ഇതിന് ട്രാൻസ്ഫോമറിലേക്ക് പോകും. ഇതിൻ്റെ ചെറിയ മീറ്ററിലേക്ക് പോകും. ചെറിയ മീറ്ററിലേക്ക് ഇതിലേക്ക് ഓരോ ലൈനുകൾ ഒരു 11 kV 4 ഇതിലേക്ക് 11 kV ഓരോ ലൈനുകൾ വരും. പിന്നെ അവിടെ നിന്ന് ന്യൂട്രൽ വഴി അങ്ങനെ പാരലായിട്ട് മീറ്ററാണ്. അതിൻ്റെ ചെറിയ കണ്ടറിയാനുള്ളത് ഇതിലേക്ക് വരും. ഓരോ കണ്ടക്ഷനാണ്. അതിൻ്റെ അറിയാനുള്ള വേണ്ടത് എന്താ ഓരോന്നിനും വേണ്ട തരം ടെക്നോളജിയായി മുഴുവൻ ടെക്നോളജിയും പഠിച്ചാൽ ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതിപ്പോൾ ഞാൻ പൊതുവെ ഓരോരുത്തർ അറിവിക്ക് വേണ്ടി പറഞ്ഞു തരിക. ഈ കാലാവസ്ഥയുടെ ടെക്നോളജി അത്ര കിട്ടില്ല എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ടെക്നോളജിയൊക്കെ ആൾക്കാർക്ക് അറിയാം. കറണ്ടിൻ്റെ ടെക്നോളജി ഒരു ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ
എല്ലാ വീട്ടിലുള്ളതല്ല കറണ്ട്. എല്ലാ വീട്ടിലും കറണ്ടില്ല. ഇതിപ്പോൾ ഞാൻ ഒരു 2002 വരെ എറണാകുളത്ത് ഈ കലോത്സവ വേഷത്തിൻ്റെ അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണത് ഇതിൽ അയച്ചിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്തത്. ഫേസ്ബുക്ക്, യൂട്യൂബ് 2005 2016 തൊട്ട് എനിക്ക് യൂട്യൂബിനെ പറ്റിയിട്ട് മൊബൈലിനെ പറ്റി അറിയില്ലല്ലോ. ഇത് മൊബൈലില്ലാത്ത കാലത്ത് ഞാൻ പഠിച്ചതാണ്. ഇതിപ്പോൾ മൊബൈൽ വന്ന കാലത്ത് പഠിച്ചത്. ഇപ്പോൾ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് വാട്സാപ്പ് ഇപ്പോഴല്ലേ വന്നത്. 2004 2003 തുടങ്ങിയ സ്കൈപ്പ് ഓരോന്ന് ഇത് ഇപ്പോൾ അതൊക്കെ ഞാൻ മെമ്മറി റെക്കോർഡ് ബുക്കിൽ പകർത്തിയിട്ട് ഇപ്പോൾ അതൊക്കെ അങ്ങനെ എൻ്റെ ബുദ്ധി കൂടെ എൻ്റെ അറിവ് കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓരോന്ന് പഠിക്കാം, അല്ലാത്തവർക്ക് ഇതൊക്കെ നോക്കി മറിച്ച് ഏതൊക്കെ ഇഷ്ടമുള്ള പഠിക്കാം.